എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മള് കുറേ നാളുകൾ ഒരു ഫുഡ് വെയർ ഹോൾ അങ്ങനെ ചെയ്തിട്ടില്ലേ. അപ്പൊ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അത് ഇമക്കുട്ടിയുടെ ഉണ്ട്, എന്റെ ഉണ്ട്. എന്റെ ഹീൽസ് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതും ഞാൻ റെഗുലർ ആയിട്ട് കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഹീൽസ് ആണ്. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, അയ്യോ ചേച്ചി ഇത്ര പൊക്കം കുറവാണ്. അത് നേരിട്ട് കാണുമ്പോ അതുപോലെ ഞാൻ 5'1" കഷ്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത്ര പൊക്കം കുറവാണോ എന്നുള്ളത്. അങ്ങനെ തോന്നിക്കാത്തതിന്റെ കാരണം ഈ ഹീൽസുകളാണ്. അപ്പൊ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസ് ആണ്. ഞാൻ സാരി കൊടുത്ത് ഒരു ഫുൾ ഡേ ഒക്കെ ഈ ഹീൽസ് ഇട്ട് നിൽക്കാറുണ്ട്. അത് പക്ഷെ ഓരോരുത്തരുടെ ഒരു വിൽ പവർ അനുസരിച്ചിരിക്കുന്നു തോന്നുന്നു. എല്ലാവർക്കും അത് ഹീൽസ് ഇടാൻ അങ്ങനെ കംഫർട്ടബിൾ ആയെന്ന് ഇരിക്കില്ല. അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇമ്മക്കുട്ടിയുടെ നോക്കാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാ ഇങ്ങനത്തെ ഷൂസും കാര്യങ്ങളൊക്കെ മീഷോയിലുണ്ട് കേട്ടോ. എനിക്ക് കുട്ടികളുടെ ചെരുപ്പുകളുടെ ഒരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാ. കടയിൽ നിന്നാണെങ്കിലും അതെ, അതുപോലെ മറ്റു ചില വെബ്സൈറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ മീഷോയില് നല്ല വിലക്കുറവാണ് കേട്ടോ. ആമസോണിലും കുറവുള്ളതുണ്ട്, പക്ഷെ എനിക്ക് മീഷോയിൽ ഒന്നും കൂടി വിലക്കുറവുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള സംഗതികൾക്കൊക്കെ എസ്പെഷ്യലി ഈ ചെരുപ്പിന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഭയങ്കര നഷ്ടമാണ്. കാരണം അവരുടെ കാല് പെട്ടെന്ന് വലുതാവും. കാല് മാത്രമല്ല മൊത്തത്തിൽ വലുതാവും, കാല് പ്രത്യേകിച്ച്. സ്ഥിരമായിട്ട് ഇടാനുള്ള ചെരുപ്പ്, റെഗുലർ ആയിട്ട് ഇടുന്ന ക്രോക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതും നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അതൊന്നും ഒത്തിരി വലുതായി കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു 5 വയസ്സായിട്ടാണ്, 5 കൊല്ലം കേട്ടോ, 6 വയസ്സായിട്ട് ക്രോക്സ് മേടിച്ചു. അത് 3000 രൂപയാണ്. പക്ഷെ ഇപ്പൊ 1 വർഷമായിട്ട് അത് മാത്രമേ പുറത്തേക്ക് പോകുമ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഇതിപ്പോ മീഷോന്ന് 360 രൂപയ്ക്കാണ് മേടിച്ചത്. നല്ലതാട്ടോ, അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. ഇതാണ് ഈ കുട്ടി കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. പൂവും കല്ലും ഒക്കെ ആയിട്ടുണ്ട്. ചില കല്ല് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. 362 രൂപയ്ക്ക് വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല ഭംഗിയില് കാണാനായിട്ട്. നല്ലൊരു റെയിൻബോ ഷെയ്ഡിൽ വരുന്ന ഇറിഡിസന്റ് ഷെയ്ഡ്സ് എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു രീതിക്ക് വരുന്നതാട്ടോ. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ടീൽ ബ്ലൂ ഉണ്ട്, ബേബി പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അത് മാത്രല്ല ഹീൽസ് ഉണ്ട്. ഇത് കണ്ടപ്പോ ഇമ്മക്കുട്ടി ഭയങ്കര സന്തോഷമായിട്ടോ. ഹീൽസ് ഉള്ളത് വേണമെന്ന് കുറച്ച് നാളായി പറയണു. ഞാൻ വിചാരിച്ചത് അധികം നേരിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷെ സർപ്രൈസിംഗ്ലി 1 മണിക്കൂറൊക്കെ ഇട്ട് നിന്നു. അതിനുശേഷം പിന്നെ കാല് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഹീൽസ് ഉള്ളത് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് ഹീൽസിന്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ അത് അവരുടെ ഡെവലപ്മെന്റിനും ചിലപ്പോൾ റെഗുലർ യൂസിനൊന്നും ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമില്ല. വലിയവർക്ക് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഹീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടുവേദനയ്ക്ക് അതിനൊക്കെ ചാൻസസ് ഉണ്ടെന്നല്ലേ പറയണത്. അപ്പൊ ഇത് ജസ്റ്റ് ഫോട്ടോഷൂട്ടിനും അതുപോലെ വല്ല ഫങ്ഷൻസിന് കുറച്ചു നേരം മാത്രം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം അവരുടെ ഒരു പൂതി നമുക്ക് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീൽസ് ഉള്ളത് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. ഇതിന് 460 രൂപയാണ്. നല്ലതാണ്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെരുപ്പ് ശരിയാക്കി തരുന്ന ആളുകളുണ്ടാവല്ലോ, അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടി കാലം നിൽക്കൂട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. ഇത് ഇമ്മക്കുട്ടിക്ക് പക്ക പാകാണ്. കുറെ പേർക്ക് സൈസിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ റെഗുലർ സൈസ് എത്രയാന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ചെരുപ്പ്, നമ്മുടെ സൈസിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് സൈസിലാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. UK സൈസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സൈസ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മുടെ സൈസ് ഇൻടു UK സൈസ് എത്രയാന്നുള്ളത് നോക്കുക. എൻ്റെ 5 ആണ് കേട്ടോ. എൻ്റെ താരതമ്യേന കുറച്ച് ചെറിയ കാലാണ്. അപ്പൊ 5 ആണ്. 5 എനിക്ക് ചില സമയത്ത് പൊടിക്ക് ലൂസ് ആവാറുണ്ട്, പക്ഷെ 4 ആണെങ്കിൽ ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോ നമുക്ക് 5 നമുക്കത് 5 എൻ്റെയാണ്. നമ്മൾ നോക്കുക 6 ആണോ 7 ആണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മേടിക്കാവുന്നതാണ്. കുട്ടികളുടെ എങ്ങനെയാ വെച്ചാൽ മീഷോയില് വയസ്സിനനുസരിച്ചിട്ടാണ്. എനിക്ക് തോന്നി ഇമ്മക്കുട്ടിക്ക് 7 to 7.5 എടുത്തത്, അത് 6 to 6.5 എടുത്തത്. എനിക്ക് അത്ര ഓർമ്മയില്ല. 7 to 7.5 എടുത്തിട്ടുള്ളത്. 7 to 7.5, അതായത് ഇമ്മക്കുട്ടിയുടെ കറക്റ്റ് പ്രായം എത്രയാണോ ആ ഒരു സൈസ് തന്നെയാണ് കൊടുത്തത്. ചില കുട്ടികളുടെ കാല് ചെറുതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നോക്കി നമുക്ക് വയസ്സ് വേണമെങ്കിൽ ചെറുതായിട്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. മീഷോയിലത്തെ കിഡ്സിന്റെ സൈസ് നോക്കിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിന്റെ വയസ്സ് എത്രയാണോ അത്ര തന്നെ കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അടുത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇമ്മക്കുട്ടീനെ തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഇരിക്കാനായിട്ടാണ്. ഇതിപ്പോ ഇതൊന്നും പോരാട്ടോ, തണുപ്പുള്ള സ്ഥലത്ത് തോന്നി, ഞാൻ വെറുതെ പറഞ്ഞാണ്. പക്ഷെ എന്നാലും ഇത് ഫോട്ടോഷൂട്ടിനും
ഈ പറഞ്ഞ പോലെ കല്യാണത്തിനൊക്കെ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. ബൂട്ട്സ് ആണ്, 487 രൂപയാണ് കേട്ടോ. വെൽവെറ്റ് ബൂട്ട്സ് ആണ്. ഇതിലും ഹീൽസ് ഉണ്ട്. പക്ഷെ സർപ്രൈസിംഗ്ലി ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇമ്മക്കുട്ടിക്ക്. ഇതിട്ട് കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറൊക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഊരി ഇങ്ങനെ വെറുതെ. എനിക്ക് പൊതുവെ ബെയർ ഫുട്ട് നടക്കാനാണ് ഇഷ്ടം. എവിടെ പോയാലും ആദ്യം ചെയ്യുക ചെരുപ്പ് ഊരിയിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയാലും ഫുഡ് കഴിക്കാൻ പോയാലും ഒക്കെ ഫസ്റ്റ് തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ചമ്പരം പടിഞ്ഞിരിക്കും. അതാണ് ഇമ്മക്കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയായിട്ട് പോലും ഇമ്മക്കുട്ടി അത്യാവശ്യം ഇത് ഇട്ടു. വേദന ഉണ്ടെങ്കിലും ഒന്നും അവിടെ സഹിച്ചിടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഹീൽസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് ഡ്രസ് അങ്ങനെയൊക്കെ ഇടുമല്ലോ. കുട്ടിക്ക് വെൽവെറ്റിന്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോ തന്നെ മേടിച്ചത് ഒരു 300 റുപ്പീസിനായിട്ട് ഒരു ഡ്രസ്സാണ്. അതിന്റെ ഒപ്പം ഈ ബൂട്ട്സ് ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. മീഷോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വെയർ ഒക്കെ കിഡ്സിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടുമ്പോഴും അങ്ങനെ ഫോട്ടോന്ന് അങ്ങനെ അത്ര വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ മീഷോ. പക്ഷെ നമ്മുടെ വലിയവരുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റാറുണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെ എനിക്ക് തോന്നിയില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി അടുത്തത് ഇമ്മക്കുട്ടിക്ക് തന്നെ വൈറ്റ് ബൂട്ട്സ് ആണ്. എന്തുണ്ടായെന്നറിയോ, ഇമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ചെരുപ്പുകളെല്ലാം പെട്ടെന്ന് ചെറുതാവല്ല, അതുകൊണ്ട് ഞാൻ അധികം മേടിക്കാറേ ഇല്ല. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് 7ാമത്തെ ബർത്ത്ഡേക്ക് ഇമ്മക്കുട്ടിക്ക് വേണ്ടി റീൽ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അങ്ങനത്തെ റീൽസ് നോക്കിയപ്പോൾ കുറെ പേര് വലിയ ചെരുപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ഹീൽസ് വെച്ചിട്ടാണ് ഇമ്മക്കുട്ടി ആ റീല് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ കുറെ പേര് കമന്റ് ആയിട്ട് മെസ്സേജ് ആയിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര ചെരുപ്പുള്ളതാണ്, കുട്ടിക്കൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തൂടെയെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് 4 ചെരുപ്പ് അങ്ങ് ഓർഡർ ചെയ്തു. ഇതിനിപ്പോ ഒരു 5 മാസം കൂടി ഉണ്ടാവില്ല കേട്ടോ, അപ്പോഴേക്കും ഇത് ചെറുതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കല്യാണം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. ഇത് ഹീൽസ് ഒന്നും ഇല്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ബൂട്ട്സ് ആണ്. ഇടാനും ഊരാനൊക്കെ ഭയങ്കര എളുപ്പം. മറ്റേതുപോലെ തന്നെ സിബ് ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അടുത്തത് ഇനി എന്റെ ഹീൽസ് കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കുറേ തവണ ഇട്ടിട്ടുള്ളതാണ്. പുറത്തേക്കും ഇട്ടിട്ടുണ്ട്, ഷൂട്ട്സിനും ഇട്ടിട്ടുണ്ട്. എസ്പെഷ്യലി സാരി ഉടുക്കുമ്പോ കേട്ടോ കുറെ തവണ ഇട്ടിട്ടുള്ളതാണ്. ഇത് സാരി ഉടുക്കുമ്പോൾ മാത്രമല്ല, അല്ലാണ്ട് വെസ്റ്റേൺ വെയർസിന്റെ ഒക്കെ ഒപ്പം കുറെ തവണ ഇട്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് സീരീസിൽ എനിക്ക് തോന്നി ഈ ഹീൽസ് ആണ് ഞാൻ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 700 റുപ്പീസിന്റെ ആണ് കേട്ടോ. ഇത് പക്ഷെ മീഷോയിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മീഷോയിൽ അതിലും വിലക്കുറവാണെന്നുള്ളത്. എൻ്റെ ഓർമ്മയിൽ മീഷോയില് 500 ഒക്കെയാൻ തോന്നുന്നു കേട്ടോ. അടിപൊളി. നമുക്ക് ഈ ഹീൽസ് കാണുമ്പോൾ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടക്കാൻ. അല്ല, നല്ല കംഫർട്ടബിൾ. അത് ഞാൻ ആക്ച്വലി ഇട്ടിട്ട് മുംബൈയിൽ നമ്മളൊരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ കുറെ തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ്. ഇതിൽ ഈ സ്റ്റോൺസ് ഒക്കെ നല്ല രസമാണ്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കാല് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നെയിൽസ് ഒക്കെ നമ്മളങ്ങനെ പെഡിക്യൂറൊന്നും ചെയ്തിട്ടില്ല. നെയിൽസ് ഒക്കെ കുറച്ച് കറവറാന്നാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ചെരുപ്പ് ചൂസ് ചെയ്യുമ്പോൾ എന്റെ കാല് ഫുള്ള് കവർ ചെയ്യണതാണ് എടുക്കാറുള്ളത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, എസ്പെഷ്യലി വെസ്റ്റേൺ വെയറിനൊപ്പം. സാരി ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, കാല് ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ കാണില്ലല്ലോ. ഇത് നല്ല ചെരുപ്പാണ് കേട്ടോ. ഇത് ഭയങ്കര പോപ്പുലറാ. സാറയാണെന്ന് തോന്നുന്നത് ആദ്യം ഇറക്കിയത്. അതിന്റെ ഡ്യൂപ്സ് കുറേ വെബ്സൈറ്റ്സ് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 700 റുപ്പീസിന് ഇത് വർത്താണ്. കുറെ നാൾ ഉപയോഗിക്കുക. അതിപ്പോ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്. നല്ലതാണ് കേട്ടോ അത്. അടുത്തത് ഈ ചെരുപ്പിന്റെ കോലം കാണുമ്പോ തന്നെ അറിയാം ഇത് ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോ 5 ഇഞ്ച് ഉണ്ടാവും ഹീല്. 1 2 3 4 5 ഇഞ്ചിന്റെ ഹീലാണ് കേട്ടോ. ഞാൻ സാരി എടുക്കുമ്പോൾ ഇതൊക്കെയാണ് ഇടാറുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൊക്കം തോന്നിക്കണത്. പിന്നെ സാരി നമ്മുടെ കാല് കവർ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു തരത്തിലും നമുക്ക് ഇങ്ങനെ ഇത്രയും ഹീൽസ് ഇട്ടിട്ടുണ്ടെന്ന് അറിയുകൂടിയില്ല. അപ്പൊ അതൊരു കോംപ്ലക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. എനിക്ക് സാരി കൊടുക്കുമ്പോൾ കുറച്ച് പൊക്കം തോന്നിക്കാനായിട്ട് ഞാൻ ഇപ്പോഴും ഹീൽസ് തന്നെ ഇടാറില്ല, അല്ലെങ്കിൽ ഭയങ്കര കുഞ്ഞായിട്ടുണ്ടാവും ഞാൻ കാണാനായിട്ട്. അപ്പൊ ഇത് ഒരു 1.5 വർഷമായിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ്. ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എന്തോ 2999 ആണെങ്കിലും നമുക്ക് ആമസോണിൽ 1000 റുപ്പീസ്, ഇതെല്ലാം 1000 റുപ്പീസിനെക്കാളും താഴെയുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ന്യൂഡ് ബേജ് ഷെയ്ഡിലുള്ളതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്കും ഉണ്ട്, അതേപോലെ തന്നെ ഗ്രേയും ഉണ്ട്. അത്യാവശ്യം റിവ്യൂ ഉള്ളതാണ് കേട്ടോ. ഇഞ്ച് 5 എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര് തന്നെ. ഭയങ്കര നല്ലതാണല്ലോ. ഒരെണ്ണം കൂടി ഇനി സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഈ ഷെയ്ഡില്. കുറെ റിവ്യൂസ് ഉണ്ട് താൻ, കുറെ ഇല്ല കേട്ടോ, 14 റിവ്യൂസ് ഉണ്ട്. അതിനകത്ത് എല്ലാവരും നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഹീൽസ് ഉണ്ടെങ്കിലും ഇതിട്ട് നടക്കാൻ എനിക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. അതെ, നല്ലതാട്ടോ ഇത്. നല്ല ഹീൽസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും, പൊക്കില്ലല്ലോ. പൊക്കില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കേട്ടോ. അടുത്തത് സെയിം ഹീൽസ് ആണ് കേട്ടോ.
പക്ഷെ പോയിന്റഡ് അല്ല, വെഡ്ജസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പോയിന്റഡ് ഹീൽസ് ഇട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, അതുപോലെ തന്നെ ഹീൽസ് ഇട്ട് ശീലമില്ലാത്തവർക്ക് അവർക്ക് യൂസ് ചെയ്യാവുന്നതാട്ടോ. ഇത് മറ്റേനെക്കാളും ഹീല് കൂടുതലുണ്ട് തോന്നുന്നു. ഇതിന് കറക്റ്റ് എത്ര ഹീൽസ് ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ടില്ല. ഇതൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് എത്തും. ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ കേട്ടോ, അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ എത്തും, ആ രീതിക്കുള്ളത്. അപ്പൊ ഭയങ്കര സൗകര്യം. നമ്മൾ കടയിൽ പോയി മേടിക്കണേക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഹീൽസിന്റെ ഇത് പറഞ്ഞിട്ടില്ല. റിവ്യൂസ് നോക്കുകയാണെങ്കിൽ കുറെ പേര് മേടിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളതാണ്. ഇതിന്റെ തന്നെ പാർട്ടി വെയർ ടൈപ്പ് ഉണ്ട്, നിറയെ ഗ്ലിറ്ററി ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ ഇടണമെങ്കിൽ അത് അങ്ങനത്തെ യൂസ് ചെയ്യാവുന്നതാണ്. സാരി ഒക്കെ ഉടുക്കുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഓപ്പൺ ആണ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള ചെരുപ്പ് അത്ര ഇഷ്ടമല്ല. പക്ഷെ പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചൊന്നേ ഉള്ളൂ. ഇത് ഞാൻ കുറെ തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സാരിയുടെ ഒക്കെ ഒപ്പം സുഖമായിട്ടിട്ട് നടക്കാനും ഒക്കെ പറ്റും. നല്ലതാണ്. ഇനി നമുക്ക് ബൂട്ട്സ് നോക്കാം. ബൂട്ട്സ് എനിക്ക് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 നമ്മൾ ആമസോണിൽ നിന്നുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ നമുക്ക് ഈ ബൂട്ട്സ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നില്ലേ, എസ്പെഷ്യലി നമ്മുടെ സൈസിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുള്ള ബൂട്ട്സ് ആണ് കേട്ടോ. അപ്പം മുതൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലേസ് കംപ്ലീറ്റ്ലി ഊരിയിട്ട് വേണം നമുക്ക് ഇടാനും അതേപോലെ തന്നെ ഊരാനും. അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. എന്റെ സൈസ് 5 UK ആണ് കേട്ടോ. അത് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ചെറിയ കാലാണെങ്കിൽ 5 UK ആവും ശരിയാവുക. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സൈസ് നോക്കാൻ നേരത്തെ നമ്മുടെ കയ്യിലുള്ള ചെരുപ്പ് ഏതാന്ന് നോക്കുക. ആ ചെരുപ്പിന്റെ സൈസ് വന്നിട്ട് ഇപ്പോ 37 അങ്ങനെയാണെങ്കിൽ 37 ഇൻ UK സൈസ് ഷൂസ് എന്ന് കൊടുക്കുക ഗൂഗിളിൽ. അപ്പൊ കറക്റ്റ് അതിന്റെ UK സൈസ് അത് കാണിക്കും. അപ്പൊ നമുക്ക് ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ നോക്കിയിട്ട് ആ UK സൈസ് എത്രയാണെന്നുള്ളത് നോക്കി അത് നമുക്ക് ഓർഡർ ചെയ്താൽ നമുക്ക് കറക്റ്റ് സൈസ് കിട്ടും കേട്ടോ. 1-2 തവണ ഓർഡർ ചെയ്താൽ തന്നെ നമ്മളുടെ അടുത്ത് ആമസോൺ ഇങ്ങോട്ട് പറയും നിങ്ങളുടെ സൈസ് 5 ആണെന്നാണ് അവര് എഴുതി കാണിക്കും. ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ സ്ഥിരം ആമസോണിൽ നിന്നൊക്കെ മേടിക്കണമെന്നാണെങ്കിൽ അവര് ഒരു ഔട്ട്ഫിറ്റിലാണെങ്കിൽ എടുക്കുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾക്ക് എക്സ്ട്രാ സ്മോൾ ആണ് പെർഫെക്റ്റ് ആയിട്ട് പാകാവുക എന്നുള്ളത് ഇങ്ങോട്ട് തന്നെ പറയും കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം ഹീൽസ് ഉള്ളതാണ്. ഇടാനൊക്കെ വളരെ ഇടാൻ കംഫർട്ടബിൾ അല്ല, ഇടാനും ഊരാനും കംഫർട്ടബിൾ അല്ല ഈ ലേസ് ആയതുകൊണ്ട്. പക്ഷെ ഇട്ട് നടക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. നമ്മൾ ക്രിസ്മസ് ലുക്സിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലത് ഒരു വെൽവെറ്റി ഫിനിഷ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിറയെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും. പക്ഷെ നല്ലതാ, രസാ അത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 750 800 ആ ഒരു അറൗണ്ട് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ബൂട്ട്സ് നോക്കാം. എനിക്ക് ഈ ബൂട്ട്സ് ഇടാനും ഊരാനും ഒക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ളതാ. എഗിൻ ഇതിനും 799 തന്നെയാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടുതൽ ഇഷ്ടമായ ഒന്ന്. ഇതിന്റെ ഹീൽസ് കൂടുതലാണ് കണ്ടോ, നല്ല ഹീൽസ് ഉണ്ട്. അതൊന്ന്. അത് മാത്രമല്ല ഇടാനും ഊരാനും വളരെ സൗകര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിബ് ഉണ്ട്, കുറച്ചും കൂടി മുകളിലേക്കാണ്. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ ബെൽറ്റ് പോലത്തെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ലേസ് ഒക്കെ ഉണ്ട്. ഇത് എന്താ വെച്ചാൽ ലെതർ ഫിനിഷ് പോലെയാണ്, മറ്റേത് വെൽവെറ്റ് ഫിനിഷ് അല്ലേ. പക്ഷെ വെൽവെറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊടി പിടിച്ച പോലെ അങ്ങനെ ഉണ്ടാവും. ഇതാകുമ്പോൾ ആ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് സൈഡിൽ തുന്നിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോവാൻ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിലും അതാണെങ്കിലും ഈ ചെരുപ്പുകളെല്ലാം സൈഡൊന്ന് തുന്നിച്ചാലേ നിൽക്കാൻ ചാൻസ് ഉള്ളൂ, അതല്ലെങ്കിൽ പശ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ ഒന്നും തുന്നിച്ചിട്ടില്ല കേട്ടോ, എന്നിട്ട് ഇത്ര നിന്നിട്ടുണ്ട്. ഞാനിപ്പോ 1.5 വർഷമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോ എത്ര ഒരു 20 തവണ 30 തവണ അങ്ങനെയൊക്കെ ആവും ഇടുണ്ടാവുക. കാരണം ചെരുപ്പുകൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് മാറ്റി ഇടുന്നുണ്ടല്ലോ. പക്ഷെ ഒരാൾക്ക് ഇത്ര ചെരുപ്പ് വേണമെന്നില്ല കേട്ടോ. ഞാനിത് നമ്മുടെ പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഓരോ ഇവന്റ്സ് ഉള്ളത് കൊണ്ടും എനിക്ക് പൊക്കം കുറവായതുകൊണ്ടും അങ്ങനെ മാത്രമാണ് ഞാൻ ഇത്ര എണ്ണം മേടിച്ചു വെച്ചിട്ട് ഇങ്ങനെ മാറ്റി ഇടുന്നത്. ഇത് നല്ല ബൂട്ട്സ് 799 ഭയങ്കര നല്ലതാണ്. അടുത്തത് എഗെയിൻ ഒരു വെഡ്ജസിന്റെ ആ ഒരു ഫോമിലാണ് കേട്ടോ ഉള്ളത്. ഇതും അത്യാവശ്യം നല്ല ഹീൽസ് ഉള്ളതാ, ഫ്ലോറൽ പ്രിന്റിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇടാനും ഊരാനും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് കാല് ഉള്ളിലേക്ക് ഇട്ടാൽ മതി, വേറെ ബക്കളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ വില വന്നിട്ട് 600 രൂപയാണ് കേട്ടോ. എഗെയിൻ 5 UK ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ല കേട്ടോ, അല്ല, ഇത് 4 UK ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ആമസോണിൽ തന്നെ സ്ഥിരം മേടിക്കുമ്പോൾ നമ്മളൊരു 4-5 എണ്ണം 5 UK മേടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ വേറൊരു ചെരുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ ചെരുപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാണ്. അപ്പൊ അതിന്റെ റിവ്യൂസിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് നോക്കണേക്കാളും മുന്നേ ആമസോൺ തന്നെ നമുക്ക് പറഞ്ഞുതരും ഇത് നിങ്ങൾക്ക് ഫിറ്റ് ആവുക 4 UK ആണ്. ഇത് 4 ആണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അത് നല്ല
സൗകര്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് 4 ആണ് മേടിച്ചിട്ടുള്ളത്. നല്ലതാണ്. സാരീസിന്റെ ഒപ്പം വളരെ നല്ലതാണ് ഇടാനും, അതുപോലെ നമുക്ക് ഊരാനും, അതുപോലെ ഇട്ട് നടക്കാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ഹീൽസ് ഒക്കെ ഇടുമ്പോൾ നമ്മള് ഇതിട്ടതിന് ശേഷം, ഹീൽസ് ഇട്ടതിന് ശേഷം മാത്രം സാരി ഉടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉടുക്കുമ്പോഴും നല്ല വൃത്തിക്ക് ഉടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഉള്ളിലേക്ക് തിരികെ വെക്കണതിന്റെ ആ ഒരു വലിപ്പം കുറയും. അത് മാത്രല്ല ഈ ഹീൽസ് അധികം കാണില്ല. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അമ്പലത്തിലേക്കൊന്നും നമ്മൾ പിന്നെ ഇത്രയും ഹീൽസ് ഇട്ട് പോകില്ലല്ലോ. അത് നല്ലത് എപ്പോഴും ഫ്ലാറ്റ്സ് ഇട്ട് പോകണതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് ഊരി വെച്ച് പിന്നെ നടക്കണ്ടേ. അപ്പൊ ഇത്രയും ഹീൽസ് ഇട്ടിട്ട് നമ്മൾ സാരി കൊടുത്തിട്ട് പോവാണ്, പിന്നെ അമ്പലത്തിൽ എത്തിയിട്ട് നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് നടക്കുമ്പോൾ സാരി കിടന്നെഴയും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നല്ലൊരു ചെരുപ്പാണ്. അടുത്തത് എഗെയിൻ നേരത്തെ കാണിച്ച പോലത്തെ തന്നെയാണ്, വെഡ്ജസ് ആണ്. പക്ഷെ ഒന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ 4 UK 4 UK ആണ് കേട്ടോ എന്റെ സൈസ് ഇതിലുള്ളത്. പക്ഷെ ഇതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇതില്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ലാവൻഡർ ഉണ്ട്. ഞാൻ പക്ഷെ സേഫർ സൈഡിന് ബ്ലാക്ക് ആണ് യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വെസ്റ്റേൺ വേഴ്സിന്റെ ഒക്കെ ഒപ്പം ഇത് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഞാൻ കുറേ നാൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിവിടെ ഇങ്ങനെ പൊളിഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞു, സൈഡ് ഒന്ന് തുന്നി എടുക്കണം എന്നുള്ളത്. ഇതെനിക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അത് എന്തായാലും ഞാൻ കൊണ്ടുപോയിട്ടൊന്ന് തുന്നിച്ചെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതും നല്ലതാണ് കേട്ടോ. ഇട്ട് നടക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വെഡ്ജസ് ആണ്. അതുപോലെ തന്നെ കണ്ടു ഈ ഭാഗത്ത് വീതിയൊക്കെ ഭയങ്കര കൂടുതലുണ്ട്. ഇതിന്റെ മഞ്ഞൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ ഒപ്പൊക്കെ ഇടാവുന്നതാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉള്ളതാണ് ഇതിന്. നല്ലതാ. ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഓഫ് ചെരുപ്പുകളുണ്ട്. ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് ആയിട്ടുള്ളതും ഒക്കെ കുറെ ഉണ്ട്. അപ്പൊ ഹീൽസ് ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല ഓപ്ഷൻ ആട്ടോ. ഇനി ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. എൻ്റെ ചെരുപ്പില്ല, പക്ഷെ ഞാൻ സൈഡിൽ പിക്ചർ ഇടാം കേട്ടോ അതിന്റെ. അത് നമ്മൾ ദീപിക പടുക്കോൺ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട് ആണ് അത് ശരിക്കും മേടിച്ചത്. കുറച്ച് വില കൂടിയതാണ് കേട്ടോ. ഇത് 1000 രൂപയുണ്ട്. എങ്ങനെ ഇതും ഞാനൊരു 5 UK സൈസിലാണ് മേടിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. നല്ലതാണ് കേട്ടോ. ഹീൽസ് അത്ര അധികം ഇല്ല, പക്ഷെ കുറച്ച് പോയിന്റഡ് ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ ഒരുപാട് എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ അല്ല, മറ്റേതുപോലെ ഒന്നും അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷെ നല്ല ക്ലാസ് ലുക്കാണ്, നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. എവിടെയാണോ ഞാൻ കഴിഞ്ഞ കൊച്ചി ഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ തിരിച്ചിവിടെ എത്തി എവിടെ വെച്ചു എന്നൊരു പിടുത്തില്ല. പക്ഷെ ഞാൻ സൈഡിൽ എന്തായാലും ഫോട്ടോ ഇടാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഈ ദീപിക പടുക്കോൺ. ഇപ്പൊ ഞാൻ കാണിച്ചില്ല, ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു 1.5 മാസം ആയിട്ടുള്ളൂ. അതെ, ബാക്കിയെല്ലാം പലതും ഒരു വർഷത്തിന് മീതെ 2 വർഷത്തിന് മീതെയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കുറേ തവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. കുഞ്ഞിന്റെ ആണെങ്കിൽ ഇമ്മക്കുട്ടിയുടെ അധികമായിട്ടില്ല, ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് മേടിച്ചതാ. പക്ഷെ അവൾക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഇടാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഹീൽസ് കളക്ഷൻ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ ലവ് യു ഓൾസോ സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമുക്ക് അസ്വി വ്ളോഗ്സിൽ ഗോവ വ്ളോഗ്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസ്വി വ്ളോഗ്സ് എന്ന് പറയുന്ന വേറൊരു ചാനലാണ്. കുറെ പേർക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ ആ ചാനലിൽ നമ്മൾ വ്ളോഗ്സും അതേപോലെ തന്നെ ഷോർട്സ് ആണെങ്കിലും നമ്മൾ ഫിറ്റ്നസ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കും. നമ്മൾ 21 days ഓഫ് ചാലഞ്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ 14ാമത്തെ ദിവസമാണ്. അപ്പൊ എനിക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് വേണം അതിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് എന്റെ മസിൽ മാസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് കുറെ പേര് പറയാറുണ്ട്, ചേച്ചി വണ്ണം കുറയാനാണോ വണ്ണം കൂട്ടാനാണോ? അല്ല, രണ്ടിനും അല്ല. എനിക്ക് മസിൽ മാസ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാ. മസിൽ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് വണ്ണത്തിൽ എത്ര കണ്ട് മാറ്റം കാണും എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ മുന്നും വർക്കൗട്ട് ചെയ്തിരുന്നപ്പോ എനിക്ക് 45 കിലോ ഒക്കെ ആവുമ്പോഴും എന്നെ കാണാൻ ഭയങ്കര വണ്ണം വെച്ച പോലെ ഒന്നും തോന്നാറില്ല. കുറച്ചൊരു ആരോഗ്യമുള്ള പോലെ തോന്നുന്നുള്ളതല്ലാണ്ട് എന്നുവെച്ചാൽ എന്റെ 42 കിലോ എന്നായിരിക്കും ഞാൻ 45 ആയിട്ടുണ്ടാവാം. പിന്നെ BMI ഇൻഡെക്സ് ഓക്കെ ആണ്, കൈൻഡ് ഓഫ് നോർമലിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ 21 days കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് പറയാം കേട്ടോ. അപ്പൊ എന്റെ മുന്നത്തെ, അതായത് എന്റെ പ്രോട്ടീൻ ഇൻടേക്ക്, വാട്ടർ ഇൻടേക്ക്, ഫാറ്റ്, അതുപോലെ വെയിറ്റ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അതും അതുപോലെ തന്നെ ഈ 21 days കഴിഞ്ഞിട്ടുള്ളതും വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ലവ് യു ഓൾസോ സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.